മോള് നല്ലൊരു മെലഡിയാണ് നമ്മുടെ ആത്മാവെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മെലഡി നോക്കിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് തീരുമാനിക്കുന്നതെല്ലാം നല്ല മ്യൂസിക്, നല്ല മെലഡീസ്, അതിനാണ് ഇതുവരെയും കൊടുത്തിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പലവർക്കും അവാർഡ്, കഴിഞ്ഞ വർഷത്തെ എനിക്ക് അവാർഡ് വന്നു. ഈ ആദ്യത്തെ കിരണങ്ങൾ എന്ന യേശുദാസിനും അവാർഡ് കിട്ടി, എനിക്കും കിട്ടി. അത് 2015 വന്നപ്പോഴും എനിക്ക് അവാർഡ് വരുന്നു. അപ്പോൾ അതും മെലഡി ആയിരുന്നു. മോളൊരു പാട്ടിൽ പശ്യതി ദിശി ദിശി രഹസി ഭവന്തം ത്വദധര മധുര മധുലിപിബന്ധം. മെലഡി എപ്പോഴും നമ്മളുടെ ഉള്ളിലേക്ക് സോളാണ് ശരിക്കും മെലഡി എന്ന് പറയുന്നത്, സംഗീതത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ മോൾക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്തവണ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ശരിക്കും അവാർഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട്, മോൾക്കും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അത് ഈ പാട്ട് ഒരു 5 വർഷം മുന്നേ മോളെ പാടിച്ചതാണ്. രണ്ടാമത് സിനിമയിൽ കൊടുത്തോന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല ശരിക്കും ലെനിൻ സാറിൻ്റെ അടുത്ത്. ലെനിൻ സാറിൻ്റെ പടമാണ്, അവസാന നിമിഷമാണ് ഇതൊക്കെ കൂടെ കൊടുക്കുന്നത്. പിന്നെ അവാർഡ്സിന് കൊടുക്കുന്നത് നാഷണലിൽ അയച്ചു എന്ന് എനിക്കറിയാം. പിന്നെ നാഷണൽ അയച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒറിജിനൽ വേർഷനല്ല അയച്ചിട്ടുള്ളത്. അത് ശരിക്കും അയക്കാൻ പറ്റിയിട്ടില്ല. നാഷണലിൽ നല്ല വേർഷനല്ല. ഞാൻ ചോദിച്ചു ഏത് വേർഷനാണ്, പഴയ വേർഷൻ അയച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു. എനിക്കത് ഭയങ്കര ശരിക്കും ദേഷ്യവും വന്നു. ലെനിൻ സാറിനൊക്കെ നമ്മൾ സ്നേഹത്തിൽ സംസാരിക്കുന്ന ആളാണ്, അത് ഇപ്പോഴും റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കുന്നതാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരെ എനിക്ക് മാനസികമായിട്ട് വിഷമം വന്നു, കാര്യം ഇത് അയച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ സിനിമ നമ്മുടെ ഈ സ്റ്റേറ്റിന് അയച്ചത് ഏത് വേർഷനാണ് പോലും അറിയിട്ടില്ല. ഞാനതൊന്നും ചോദിക്കാനൊന്നും പോയില്ല, കാര്യം സിനിമയുടെ കാര്യമാണ്. അപ്പോൾ അതിന് ശേഷമാണ് പെട്ടെന്നാണ് ഞാൻ അറിയുന്നത് മോൾക്ക് അവാർഡുണ്ടെന്ന്. അപ്പോൾ എന്തായാലും സർപ്രൈസായി. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഈ അവാർഡ് നൽകിയിട്ടുള്ളത് ശരത്താണ്. ശരത്ത് ഈസ് എ വെൽ നോൺ മ്യൂസിക് ഡയറക്ടർ. അതേ മാത്രമല്ല കണ്ടൻറ്റുള്ള ഹീസ് എ എന്താ പറയുക ജമ്മാണ് സംഗീതത്തിൽ. ബാലമുരളി കൃഷ്ണജിയുടെ ശിഷ്യനാണ്. ക്ലാസിക്കൽ മ്യൂസിക് വളരെ ശ്രദ്ധിച്ച് സംഗീതത്തെ കാണുന്നതാണ്, സംഗീതം ശ്രദ്ധിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പെർഫെക്ഷനിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ പെർഫെക്ഷൻ്റെ കാര്യത്തിലും ഒക്കെ നോക്കിയിട്ടാണ് മോൾക്ക് കൊടുത്തിട്ടുള്ളതെന്ന് അറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു, അതിനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഈ സമയത്ത് അവൾക്ക് കിട്ടണം എന്ന് മോളിൽ നിന്ന് ഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതാർക്കും, എനിക്ക് പോലും അല്ല ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അതാണ് സംഭവിച്ചത്. മോള് ആദ്യം ഞാൻ പണ്ട് വെസ്റ്റേൺ മ്യൂസിക് പാടുമായിരുന്നു. അവൾ ബാത്റൂമിൽ കുളിക്കുമ്പോഴാണ് ഞാൻ നോക്കുന്നത് പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം, വെസ്റ്റേൺ മ്യൂസിക് പാടിക്കോട്ടെ. ഇതാണ് ഇംഗ്ലീഷ് പാട്ട് പാടുന്നത്. ഒരു 6-7 വർഷമായത് മുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാ പാട്ടൊന്ന് കേൾക്കാൻ പാടിച്ചു. ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പഠിക്കണം. അത് കേട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് അവൾ വെസ്റ്റേൺ പാടുമായിരുന്നു. അവൾക്ക് വെസ്റ്റേൺ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ US കൊണ്ടുപോയി അവളെ, പിന്നെ അവിടെ ഒരു ടീച്ചറിൻ്റെ കീഴിൽ ഞാനുള്ള സമയത്ത് മുഴുവൻ ലോസ് ഏഞ്ചലസിൽ മിസ് ഡാനിയൽ അവിടുന്ന് പഠിപ്പിച്ചു. 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ വെച്ച് കുറേ കഴിയുന്നത്ര പഠിപ്പിച്ചു. എന്നിട്ട് നീ വെസ്റ്റേൺ പാടണം. അവൾക്ക് പക്ഷേ സോൾഫുൾ സിംഗിങ്, മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പാടുന്നതാണ്. സോൾഫുൾ സിംഗിങ് ആയിരിക്കണം എന്ത് പാട്ട് പഠിക്കാൻ, അങ്ങനെ ഞാൻ പറയാറുള്ളൂ. അത് വെസ്റ്റേൺ മ്യൂസിക് ആയി കഴിഞ്ഞാലും എനി സോങ് അത് എന്ത് പാടുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് എൻ്റെ ഗുരുജിയും പത്മവിഭൂഷൺ സംഗീത് മാർത്താൻ പണ്ഡിറ്റ് ജസ്രാജ് ഗുരുജിയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, ഗുരുജി ഇവിടെ വെസ്റ്റേൺ മ്യൂസിക് പാടുന്നതെന്ന് കേൾക്കണം. ഗുരുജി കേട്ടിട്ട് പറഞ്ഞു, വാ എന്താണ് അവൾ വെസ്റ്റേൺ മ്യൂസിക് പാടുന്നത്. ഗുരുജിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം ഗുരുജിയുടെ മുന്നിൽ പോയിട്ട് വെസ്റ്റേൺ മ്യൂസിക് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുമോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ എല്ലാ മ്യൂസിക്കും അവൾക്ക് ഇഷ്ടമാണ്. അവൾ ഏത് കൈൻഡ് ഓഫ് പല രീതിയിൽ വെറൈറ്റീസ് പാടാനുള്ള ശ്രമം അവൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ചെറിയ വയസ്സല്ലേ ആയുള്ളൂ. പിന്നെ ഫിലിം സോങ് പാടാനാണ് അവളുടെ വോയിസ്, അതുപോലെയാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ളത്. ഗുരുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഗുരുജി പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അവളുടെ അടുത്ത്, യു ക്യാൻ ആക്ട്, യു ക്യാൻ സിങ്. ആക്ട് ചെയ്യാനും പറ്റും, പാടാനും പറ്റും. അത്രയും സൗന്ദര്യമുണ്ട് എൻ്റെ മുഖത്ത്. എങ്ങനെ 2 കാര്യങ്ങൾ ഗുരുജി പറഞ്ഞു. ഒരു കാര്യം സത്യമായി, അഭിനയിക്കാൻ അവൾക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ കുടുംബത്തിലെല്ലാവരും അഭിനയിക്കും. എൻ്റെ അച്ഛൻ നാടക നടനായിരുന്നു, സിംഗറായിരുന്നു. എൻ്റെ ചേട്ടൻ അഭിനയിക്കും. പിന്നെ മനീഷുണ്ട്, എൻ്റെ ചേട്ടൻ്റെ മകനുണ്ട്, ഹീസ് ഓൾസോ ആക്ടർ. ആൻഡ് അവൾക്ക് അഭിനയിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ അവൾക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത്, ലൈവ് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അത് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈവ്, ടു ബി ഫ്രാങ്ക്. കാര്യം ബാക്കിയൊക്കെ
ലൈവിലുള്ള ചെറിയ വേരിയേഷൻസ് ഉണ്ടല്ലോ, ആ വേരിയേഷൻസ് ഉണ്ടാവാം. ആ വേരിയേഷൻസും ശ്രുതിയുടെ ചെറിയ പ്രശ്നങ്ങളും ചേരായ്മയും പിന്നെ അതൊക്കെ പഴയ പാട്ടുകളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചില പാട്ടുകളിൽ താളത്തിൽ ചെറിയ വേരിയേഷനുണ്ട്. പിന്നെ ചില സിംഗിങ്ങിലുള്ള പെർഫെക്ഷൻ കുറഞ്ഞ അവസ്ഥകൾ ചില സമയത്തുണ്ട്. ഇതൊക്കെ പഴയ പാട്ടുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് അത് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. മിക്കവാറും കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഇന്ന് വിടുന്നത്, പാട്ടുകളെല്ലാം വിടുന്നത്. മെലഡൈൻ എന്ന് പറഞ്ഞൊരു ട്യൂണറുണ്ട്. ആ ട്യൂണറിലെ കൂടെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് പാട്ട് പുറത്തേക്ക് വിടാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ആ പെർഫെക്ഷനിലേക്ക് വിടണമെങ്കിൽ അതിനേക്കാളേറെ പെർഫെക്ഷനിൽ നമ്മൾ മാനുവലായിട്ട് പാടണം. അതിന് സമയമെടുക്കണം. ഇന്ന് പാടാൻ പറ്റില്ല, നാളെ വരണം, നാളെ പാട്ടുകാരനെ കിട്ടത്തില്ല. അവന് നാളെ പരിപാടിയാണെന്ന് പറയും, അവന് നാളെ അമേരിക്കയ്ക്ക് പോകുന്നു പറയും. അപ്പോൾ കിട്ടുമോ? സംഭവം നടക്കുമോ അവിടെ? അത് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അത് പരീക്ഷിക്കാത്തതും. പരീക്ഷ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീണ്ടും മറ്റേതിലേക്ക് തന്നെ പോകേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് സിനിമാ സംഗീതം ഞാൻ പറഞ്ഞല്ലോ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. മറ്റേതാകുമ്പോൾ നമ്മുടെ സോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു മ്യൂസിക്കാണ്. നമ്മൾ 10 പേര് 15 പേര് ഇരുന്ന് പാടുമ്പോൾ, നമ്മൾ ആ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ, ഓരോ പോർഷൻ ചെയ്യുമ്പോൾ ചിദാനന്തരൂപ ശിവോഹം 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 ചിദാനന്തരൂപ ശിവോഹം 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 ശിവോഹം. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും കേട്ടിട്ട്, എന്താ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താ ഇങ്ങനെ പുറത്തുനിന്ന് എന്താണ് വരുന്നത് എന്ന് കേട്ടിരിക്കും. അപ്പോൾ അത് അടുത്തതിലേക്ക് നമ്മൾക്ക് പ്രചോദനമാണ്. പാടി ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്ത് വരുന്ന നമ്മുടെ ഒരു അൾട്ടിമേറ്റ്, പിന്നെ ഒരു എക്സ്റ്റസിയിലൊക്കെ പോകണം ചിലപ്പോൾ. ഇതൊക്കെയാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ വഴികൾ. അപ്പോൾ അതെന്തായാലും നമ്മൾ സിനിമ പാട്ട് വെച്ചാൽ നമ്മളതിനെ ഓരോ സ്ഥലം ഫിക്സ് ചെയ്ത് പോവല്ലേ. അപ്പോൾ അതിൽ വേറൊരു സുഖമാണ്, ഇതിൻ്റെ സുഖം വേറെ. രണ്ടും സുഖം തന്നെയാണ്, സംഗീതമൊന്നുമല്ല. രണ്ടും രണ്ട് രീതിയിലുള്ള അപ്രോച്ച് ആണ്. സിനിമയ്ക്കുള്ള അപ്രോച്ച് വേറെ, കോൺസേർട്ടിന് അപ്രോച്ച് എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വഴിയാണ്, ഒരു സംഭവമാണത്.